ഫിനാൻഷ്യൽ അഡ്വൈസറെ വെക്കുക, അതല്ലെങ്കിൽ കൃത്യമായ ഡോക്യുമെൻ്റ് പരിശോധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ മനുഷ്യർ തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമായിരിക്കും, തങ്ങളുടെ വിയർപ്പിൻ്റെ മൂല്യമായിരിക്കും. അത് നമുക്ക് ഭാവിയിലേക്കൊരു കരുതൽ എന്നുള്ള നിലക്ക് പിന്നെ നമ്മൾ അത് നിക്ഷേപിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ തട്ടിപ്പല്ലാതെ തന്നെ തുടങ്ങിയ കമ്പനികളെ കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെയുള്ള ഈ കമ്പനികളിൽ മിസ്മാനേജ്മെൻറ്റ് മൂലമോ അതല്ലെങ്കിൽ ഒക്കെ വരുന്ന ഈ നഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ, അത് ശരിക്കും ഈ നിക്ഷേപകൻ സഹിക്കാനും തയ്യാറാകണോ എന്നല്ലേ ശരിക്കും? അതെ, അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ്. ആദ്യം നിങ്ങൾ ചോദിച്ചതിലേക്ക് വരാം. പല സ്ഥാപനങ്ങളും തുടങ്ങുന്നത് ആളുകളെ വഞ്ചിക്കണം എന്ന ഉദ്ദേശത്തിലൊന്നും ആയിരിക്കില്ല. പക്ഷേ അവരിങ്ങനെ ഒഴുകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിക്ഷേപകൻ്റെ ആവശ്യം എന്നുള്ള ഒരു മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ അവന് റിട്ടേൺ കിട്ടണം എന്നുള്ളതാണ്. അവൻ്റെ എക്സ്പെക്റ്റേഷൻ വലുതായിരിക്കുമ്പോൾ അതിനെ മീറ്റ് ചെയ്യൽ നിർബന്ധിതനായി മാറുകയാണ് ഈ പറഞ്ഞ സംരംഭകൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കണക്കിൽ ചില തിരിമറികളൊക്കെ നടത്തിയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് അധിക ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വേറെ ആളുകളിൽ നിന്ന് എടുത്തിട്ടൊക്കെ ഈ പറഞ്ഞ ഇൻവെസ്റ്ററെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി വലിയ റിട്ടേണുകൾ തന്നെ കൊടുത്ത് നിലനിർത്താൻ അവൻ നിർബന്ധിതനാവുന്നു. അത് സ്വാഭാവികമായിട്ടും വലിയ കുഴിയായി മാറുന്നു. അത് ഇൻവെസ്റ്റർക്കും അത് വലിയ കുഴിയായി മാറുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത തുകയടക്കം പോവുന്ന ഒരു ഭാവി ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ വലിയ പ്രശ്നം. ഇനി മറ്റൊന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പം നേരത്തെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞതിൽ വലിയൊരു സാധ്യതയാണ് സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 100-ൽ 10 അല്ലെങ്കിൽ 10-ൽ താഴെയോ ശതമാനമേ സ്റ്റാർട്ടപ്പുകൾ വിജയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ഇൻ കേസ് വിജയിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ ലാഭമായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ തന്നെ ഇപ്പം കൺമുന്നിൽ കണ്ട ഒരു കാര്യമാണ്, ഫ്രഷ് ടു ഹോമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അത് വലിയ സമ്പത്തായിട്ട് അവർക്ക് മാറിയ സിറ്റുവേഷനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടത്. അതേപോലെ ആ സ്ഥാപനം ഇപ്പോഴും റണ്ണിങ് ആണ്, അതിൻ്റെ ഭാവി എന്താവും നല്ല നിലയിൽ തന്നെ ഉണ്ടാവട്ടെ. പിന്നെ അതേപോലെ പല സ്ഥാപനങ്ങളും ഇതേപോലെ സ്റ്റാർട്ടപ്പായി വളർന്നു വന്ന്, പക്ഷേ ബൈജൂസിനെ നമ്മൾ കണ്ടതാണ്. ബൈജൂസ് ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നു. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ പിന്നീട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതേ സമയത്ത് ചില സ്ഥാപനങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ടൈമിൽ എക്സിറ്റ് ആവാൻ സാധ്യതയുള്ള കുറേ സ്റ്റാർട്ടപ്പുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വലിയ സാധ്യത തന്നെയാണ്. പക്ഷേ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ അതിലൊരു 90% നഷ്ടസാധ്യതയോടുകൂടെ കിട്ടിയാലൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വലിയ റിട്ടേൺ, ഇൻ കേസ് അത് പോയാൽ പ്രശ്നമില്ല എന്നുള്ള ആംഗിളിലുള്ള ആളുകളെ സ്റ്റാർട്ടപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്നുള്ളതും കൂടെയാണ് എനിക്ക് പറയാനുള്ളത്.